നമ്മളിന്ന് എറണാകുളം പ്രസ് ക്ലബിൻ്റെ മീഡിയ കലോത്സവത്തിൽ പോവുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ ചാവറ സെൻറ്ററിൽ വെച്ച് തന്നെയായിരുന്നു പരിപാടി. കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്യുന്നുണ്ട്. ഇത്തവണ ഞാൻ 3 ഐറ്റത്തിനാണ് പേര് കൊടുത്തത്. കൂടാതെ അപ്പൂസിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നപ്പോഴേക്കും എൻ്റെ ഒരു ഐറ്റം കഴിഞ്ഞു പോയി, സിനിമാ പാട്ട്. വീട്ടിൽ നിന്നെല്ലാം നല്ല ഭംഗിയായി ചെയ്ത് കാണിച്ചെങ്കിലും അവിടെ ചെന്നപ്പോൾ അപ്പൂസ് സ്റ്റേജിൽ കയറാൻ മടി കാണിച്ചു. അങ്ങനെയെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഫാൻസി ഡ്രസ്സിന് മാത്രം കയറി. അത് നന്നായി ചെയ്തെങ്കിലും ഞാൻ ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്കും പപ്പയും മോളും ഡയലോഗും പറഞ്ഞ് ഇറങ്ങിപ്പോയി. നമുക്ക് ഫുഡെല്ലാം അവിടെ കിട്ടും. ഞങ്ങൾ പോയി സ്നാക്സ് കഴിച്ചു, ഒരു നാരങ്ങവെള്ളം. അത് കഴിഞ്ഞ് ഞാൻ ലളിതഗാനവും മാപ്പിളപ്പാട്ടും പാടി. പക്ഷേ മാപ്പിളപ്പാട്ടിന് ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് അത് മത്സരമൊന്നും ആയിരുന്നില്ല. വരുമ്പോൾ നമ്മുടെ പേര് ആ ബോക്സിലിടണം. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും നറുക്കെടുത്ത് ചുങ്കത് ജ്വല്ലറിയുടെ സാരി സമ്മാനമുണ്ട്. നമുക്കതായാലും കിട്ടിയില്ല. ഇത് റിത ഫാത്തിമ, MA പഠിക്കുന്നു. ഒരുപാട് കഴിവുകളുള്ള, നന്നായി പാട്ട് പാടുന്നൊരു കുട്ടി. റിതയുടെ വാപ്പ ചന്ദ്രിക പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ ഒരുപാട് പരിപാടികളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. സിനിമാ പാട്ടും പോയി മാപ്പിളപ്പാട്ട് മത്സരം എല്ലാത്തിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കവിത പാടാൻ അവസരം കിട്ടി. പക്ഷേ 2 മിനിറ്റേ ഉള്ളൂ. സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടി ഇറങ്ങുമ്പോൾ ഞാൻ കയറാം. ഫോണിലൊരു ഷോർട്സ് ഒന്ന് ജസ്റ്റ് നോക്കി. അങ്ങനെ അതിനും ലളിതഗാനത്തിനും എനിക്ക് സമ്മാനം കിട്ടി. അപ്പൂസിന്റെ ഫാൻസി ഡ്രസ്സിന് സെക്കൻഡും. അപ്പൂസ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരായി പോയി ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും അപ്പൂസ് എഴുന്നേറ്റ് വന്നു. പിന്നെ അപ്പൂസിന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ മഴയൊക്കെ കണ്ട് പുറത്തു വന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരുന്നു പരിപാടി. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു. ഇന്നിവിടെ വന്നപ്പോൾ നമ്മൾ പ്രിപ്പയറായി വന്ന ഐറ്റം നഷ്ടപ്പെട്ടെങ്കിലും ആ വിഷമം മാറ്റാൻ നമ്മൾ ഒട്ടും പ്രിപ്പയർ അല്ലാത്ത വേറൊരു ഐറ്റം കിട്ടി. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണല്ലോ മറ്റു ചിലത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഡാൻസ് ചെയ്ത് കലാശക്കൊട്ടും കഴിഞ്ഞു. സമ്മാനദാനത്തിന് ചാവറയുടെ ഡയറക്ടർ അച്ഛനും ടോണി ചമണി MLAയും ആക്ടർ വിജയബാബു ആയിരുന്നു. പ്രൈസ് മേടിക്കാതെ കരഞ്ഞ അപ്പൂസിനെ പിടിച്ചു വലിച്ചാണ് ഞാൻ കൊണ്ടുപോയത്. ഒരു പ്രൈസിന് എൻ്റെ പേരിന് പകരം വേറൊരാളുടെ പേരാണ് അനൗൺസ് ചെയ്തത്. സത്യത്തിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷേ പ്രോഗ്രാം എല്ലാം വൈൻഡപ്പ് ചെയ്തപ്പോൾ ഒരാളത് ശ്രദ്ധിച്ച് ഓടി വന്ന് സർട്ടിഫിക്കറ്റിൽ പേരും എഴുതി ഒരു ഗിഫ്റ്റും എടുത്ത് സ്റ്റേജിൽ കൊടുത്തു. അങ്ങനെ അതെനിക്ക് ആക്ടർ വിജയബാബുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റി. ജഡ്ജസിലൊരു സാറ് വന്ന് എൻ്റെ പാട്ടിലെ പിഴവുകളും നന്നാക്കാനുള്ള ടിപ്സും പറഞ്ഞു തന്നു. ആ സാറിനെയും പകരം പാട്ടിന് അവസരം തന്ന ആളെയും മറന്നുപോയ ഗിഫ്റ്റ് എന്നിലേക്ക് എത്തിച്ച ആളെയും വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ എല്ലാ അനുഗ്രഹത്തിനും ദൈവത്തിനും നന്ദി.